നമസ്കാരം, പൊന്നാനി ചാനലിലേക്ക് സ്വാഗതം. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. വാഹന പ്രചരണത്തിൻ്റെ സമാപന പരിപാടിയിൽ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നാനിയിലെ എൻ്റെ പ്രിയമുള്ള നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ജൂലൈ 12 എറണാകുളത്ത് വെച്ച് നടത്തുന്ന സമ്മേളനത്തിൻ്റെ ഭാഗമായി സോളിഡാരിറ്റി മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണമാണ് ഇപ്പോൾ പൊന്നാനിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ വേങ്ങരയിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ ജില്ലയുടെ വിവിധ ടൗണുകളിൽ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സ്വീകരണവും പിന്തുണയും ഏറ്റുവാങ്ങി ഇന്ന് ഈ വൈകിയ സമയത്ത് പൊന്നാനിയിൽ ഈ പ്രചരണ പരിപാടിയുടെ സമാപനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിനെ ഏറെ പരിചയമുള്ള, അതിൻ്റെ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ, സാമൂഹിക, മാനവികമായ ഇടപെടലിനെക്കുറിച്ചുമൊക്കെ ധാരണയുള്ളവരാണ് പൊന്നാനിയിലെ പൊതുസമൂഹവും ജനങ്ങളും എന്നാണ് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് അതിൻ്റെ നിലപാടുകളിലും സമീപനങ്ങളിലും അതിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകളിലും സാമൂഹികമായ ഇടപെടലുകളിലും നീതിയും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആ ഒരു നാട് അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടം നിയമവ്യവസ്ഥ നൽകുന്ന അവകാശങ്ങളെ സംബന്ധിച്ചുമൊക്കെ വലിയ കാഴ്ചപ്പാടുകളും സമീപനങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് അത് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ സമ്മേളനത്തിൻ്റെ പ്രമേയമായി തന്നെ സോളിഡാരിറ്റി ഉയർത്തുന്നതും നമ്മുടെ നാട്ടിൽ കാലങ്ങളായി സംഭവിക്കുന്നതും ഇപ്പോൾ അതിൻ്റെ ഏറ്റവും തീവ്രമായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന വിധത്തിൽ സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വംശീയ അജണ്ടയുടെ കൂടി ഭാഗമായ ഒരു പ്രമേയമാണ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉയർത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റിസ് ആൻഡ് സോളിഡാരിറ്റി കോൺഫറൻസ് എന്നാണ് ഈ സമ്മേളനത്തിൻ്റെ തലക്കെട്ട്. അതോടൊപ്പം ഈ വാഹനത്തിൻ്റെ ബോർഡുകളും ഇവിടെ സോളിഡാരിറ്റി പ്രവർത്തകർ വിതരണം ചെയ്ത ലഘുലേഖകളും നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഭീകരത ആഖ്യാനങ്ങളുടെ ജനകീയ വിചാരണ എന്നാണ് ഈ സമ്മേളനത്തിലൂടെ സോളിഡാരിറ്റി കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുവാനും ചർച്ച ചെയ്യുവാനും ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ ആഖ്യാനങ്ങളിൽ എങ്ങനെയാണൊരു ചെറുപ്പക്കാരൻ പെട്ടുപോകുന്നത് എന്നതിൻ്റെ വളരെ വ്യക്തിപരമായ അനുഭവം കൂടിയുള്ള ഒരാളാണ് ഞാൻ. രാജ്യത്തുടനീളം സംഘപരിവാർ ഭരണകൂടം നടപ്പിലാക്കിയ പൗരത്വ ഭേദഗതി ബില്ലുമായി നടന്ന സമരപ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും, സമരപ്രക്ഷോഭം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ സ്ഥിരമെന്നോണം കണ്ടുകൊണ്ടിരിക്കുന്ന ന്യായവും അല്ലെങ്കിൽ അന്യായവുമായ കാരണങ്ങൾക്ക് പോലും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മറ്റു സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഹർത്താൽ പോലെയുള്ളൊരു സമരഭാഗത്തിൻ്റെ ഭാഗമായതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും പൊന്നാനിയിലെ തന്നെ സബ് ജയിലിൽ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തൊരു പശ്ചാത്തലം വ്യക്തിപരമായി അനുഭവിച്ച ഒരാളാണ് ഞാൻ. ആ സന്ദർഭത്തിൽ തന്നെ നമ്മൾ ജയിലിലകത്തുള്ള സമയത്ത് തന്നെ നമുക്കവിടെ വായിക്കാൻ ലഭിക്കുന്ന, നമ്മൾക്ക് നമ്മുടെ ചുറ്റുമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിൽ പോലും നമ്മളെക്കുറിച്ചും നമ്മുടെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട് പൗരത്വ ഭേദഗതി സമരത്തിൻ്റെ ഹർത്താലിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ട ആ ചെറുപ്പക്കാരെക്കുറിച്ച് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയ ആഖ്യാനങ്ങളെ കേട്ട് ചിരിക്കുകയോ അല്ലെങ്കിൽ അത്ഭുതപ്പെടുകയോ ചെയ്ത ഒരു സന്ദർഭം ഞാൻ ഓർത്തു പോവുകയാണ്. കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും
ഒരു ഹർത്താൽ നടത്തിയതിൻ്റെ പേരിൽ ആ ഹർത്താലിന് നേതൃത്വം കൊടുത്ത സംഘടനകളുടെ, അതിൻ്റെ ചെറുപ്പക്കാർ, അതിൻ്റെ പ്രവർത്തകരായ യുവാക്കളെ, അതിനെക്കുറിച്ചുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ അന്വേഷണം വളരെ വ്യാപകമായി നടത്തുന്നു. സൂലു ബിസിനസ് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നിരവധി പ്രൊഡക്റ്റുകളുമായി ഉടൻ നിങ്ങളിലേക്ക് എത്തുന്നു. DQ നസ്ലാൻ, ഷെമിജാസ്, ഇസബെല്ല എന്നിങ്ങനെ സ്വന്തം ബ്രാൻഡുകളിലൂടെയാണ് സൂലു ബിസിനസ് ഗ്രൂപ്പ് മാർക്കറ്റിലേക്ക് എത്തുന്നത്. DQ നസ്ലാൻ എന്ന ബ്രാൻഡിന് കീഴിൽ പെർഫ്യൂംസ്, ടീഷർട്സ്, ട്രാക്ക് സൂട്ട്സ് എന്നീ പ്രൊഡക്റ്റുകളും ഷെമിജാസ് ബ്രാൻഡിന്റെ പെർഫ്യൂമുമാണ് ഞങ്ങൾ ആദ്യമായി മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂടാതെ കോഫി, ടീ, കോസ്മെറ്റിക്സ് തുടങ്ങിയ പ്രൊഡക്റ്റുകളും ഉടൻ തന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഓൺലൈനായും ഓഫ്ലൈൻ മാർക്കറ്റിൽ നിന്നും നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. സൂലു ബിസിനസ് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഹെഡ് ഓഫീസ് പുഴമ്പ്രം ഗ്രാമം, പൊന്നാനി, മലപ്പുറം ഡിസ്ട്രിക്ട്, കേരള. സംസാരത്തിൽ നമ്മുടെ തന്നെ ജില്ലയുടെ മറ്റൊരു പ്രദേശമായ പരപ്പനങ്ങാടിക്കാരൻ സക്കരിയെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. പലതവണ സക്കരിയെ ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര ജയിലിൽ സന്ദർശിക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ മാതാവ് പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിലെ ആ ചെറിയ വീട്ടിൽ താമസിക്കുന്ന ബിയുമ്മയെ പലതവണ സന്ദർശിക്കുകയുണ്ടായി. തൻ്റെ 19ാമത്തെ വയസ്സിൽ തിരൂരിലെ ഒരു മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നതിനിടയിൽ കർണാടക പോലീസ് പിടികൂടി കൊണ്ടുപോയ ആ ചെറുപ്പക്കാരൻ, അന്ന് മീശ മുളച്ചിട്ടില്ലാത്ത ഒരു പയ്യൻ, ഒരു കൗമാരക്കാരൻ, ഇന്ന് മീശയും താടിയും വളർന്ന തൻ്റെ കൗമാരകാലം മുഴുവൻ ജയിലറക്കകത്ത് ഹോമിക്കപ്പെട്ട ഇന്ന് യൗവനയുക്തനായി യൗവനവും പിന്നിടുന്ന അന്തരീക്ഷത്തിലെത്തിയിരിക്കുന്നു. ആ ചെറുപ്പക്കാരൻ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ബാംഗ്ലൂർ നഗരം കണ്ടിട്ടില്ല. കർണാടക എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് ജീവിതത്തിൽ ഒരിക്കലും കാലുകുത്തിയിട്ടില്ല. അത്തരമൊരു പയ്യനെ ബാംഗ്ലൂരിൽ നടന്ന ഒരു സീരിയൽ ബോംബ് ബ്ലാസ്റ്റിൻ്റെ പേരിൽ, ബോംബ് സ്ഫോടന കേസിൽ പ്രതി ചേർത്തിട്ടാണ് 2009, 2008 നടക്കുന്ന സ്ഫോടന കേസിൽ പ്രതി ചേർത്തിട്ട് 2009 ഫെബ്രുവരി 5 കർണാടക പോലീസ് തിരൂരങ്ങാടിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്നത്. അങ്ങനെ പിടിച്ചുകൊണ്ടുപോയ സക്കരിയ എന്ന് പറയുന്ന പയ്യൻ 17 വർഷങ്ങൾക്കിപ്പുറം ഇന്നും ജയിലിലാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം കുറ്റം ചെയ്തതുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ മേൽ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണം തെളിയിക്കപ്പെട്ടതുകൊണ്ടല്ല, വെറും ആരോപണം മാത്രമായി നിലനിൽക്കെ അദ്ദേഹത്തിന് ആ സ്ഫോടന കേസിലെ പ്രതികളുമായി ഒരു തരത്തിൽ ആ മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നതിനിടെ ഒരു സിം ആ മൊബൈൽ ഷോപ്പിൽ നിന്ന് വിറ്റു എന്ന ഒരു ആരോപണം പോലീസ് ഉന്നയിക്കുകയാണ്. ആ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ മാത്രം ഇന്നും തെളിയിക്കപ്പെടാതെ 17 വർഷമായിട്ട് ഒരു മനുഷ്യൻ ജയിലിൽ കിടക്കുകയാണ്. ഇത് ഒരു സക്കരിയയുടെ മാത്രം കഥയല്ല. നമുക്ക് ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന്, 10,000-കണക്കിന് കഥകൾ ഇന്ത്യയിലെ ജയിലുകളിൽ നിന്ന് കേൾക്കാൻ കഴിയും. ഉസ്താദ് അബ്ദുൽ നാസർ മഅദനിയെ നമുക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയുന്ന പണ്ഡിതനാണ്, പ്രഭാഷകനാണ്, നേതാവാണ്. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ ഓർത്തു നോക്കേണ്ടതുണ്ട്. കോയമ്പത്തൂരിൽ നടന്ന സ്ഫോടന കേസിൽ അദ്ദേഹത്തെ പ്രതി ചേർക്കുകയാണ്. സംഘപരിവാർ പ്രവർത്തകരുടെ ബോംബാക്രമണത്തിൽ ഒരു കാൽ തകർന്ന, അംഗവൈകല്യം സംഭവിച്ച ഉസ്താദ് അബ്ദുൽ നാസർ മഅദനിയെ കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെട്ട കോയമ്പത്തൂരിലെ ജയിലിൽ അടച്ചിട്ട് കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി, വലിയ നിയമ പോരാട്ടങ്ങൾ രൂപപ്പെട്ടു. 9 വർഷം അദ്ദേഹം ജയിലിൽ കിടന്നു. ഒരു മനുഷ്യന്റെ 9 വർഷം കാരാഗൃഹത്തിൽ ഇവിടുത്തെ ഭരണകൂടവും പോലീസും ചേർന്ന കാരാഗൃഹത്തിൽ അടച്ച് തടവറയിൽ അടച്ചതിന് ശേഷം 9 വർഷത്തിന് ശേഷം അദ്ദേഹത്തെ വിട്ടയക്കുകയാണ്. താങ്കൾ നിരപരാധിയാണ്, താങ്കൾക്ക് പുറത്തിറങ്ങാം, താങ്കൾക്ക് സ്വതന്ത്രനായി നടക്കാം എന്ന് പറഞ്ഞ് 9 വർഷത്തിന് ശേഷം അദ്ദേഹത്തെ വിട്ടയക്കുമ്പോൾ അദ്ദേഹത്തിന് സമ്പാദ്യമായിട്ട് ലഭിച്ചത് മാരകമായ രോഗങ്ങളായിരുന്നു എന്ന് നമ്മൾ കാണണം. അദ്ദേഹത്തിന് ഒരു നയാപൈസ പോലും നഷ്ടപരിഹാരം ലഭിച്ചില്ല. തൻ്റെ 9 വർഷക്കാലം, ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട 9 വർഷക്കാലം ഇരുമ്പഴിക്കുള്ളിൽ അന്യായമായി കഴിയേണ്ടി വന്നിട്ട് അദ്ദേഹത്തോട് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പോലീസ്, ഏതെങ്കിലും ഒരു ഭരണ സംവിധാനം എന്തെങ്കിലും തരത്തിലുള്ള സമാധാനം പറഞ്ഞില്ല.
താങ്കൾക്കെതിരെ തെളിവില്ല, അതുകൊണ്ട് താങ്കൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിടുകയാണ്. അത് കഴിഞ്ഞ് 1 വർഷം പൂർത്തിയാവുന്നതിന് മുമ്പ് ഇതേ സക്കരിയ പ്രതിയായ അതേ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ ഉസ്താദ് അബ്ദുൽ നാസർ മാദരിയെ പ്രതി ചേർക്കുകയാണ്. നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ള, നാമൊക്കെ നമ്മുടെ TV ചാനലുകളിലൂടെ കണ്ട ദൃശ്യമാണത്. അൻവാർ ഷേരിയിലെ അദ്ദേഹത്തിൻ്റെ ക്യാമ്പസിൽ പോലീസ് വളഞ്ഞ് അദ്ദേഹത്തെ പിടികൂടുന്ന അങ്ങേയറ്റം വൈകാരികമായ ഒരു രംഗം നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ടാവും. ആ സംഭവം നടന്നിട്ട് 15 വർഷം കഴിയുകയാണ്. ഈ 15 വർഷങ്ങൾക്ക് ശേഷം ആ കേസിന് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം FCRA ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കുകയുണ്ടായി. കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അങ്ങേയറ്റത്തെ ജനവിരുദ്ധമായ, ന്യൂനപക്ഷ വിരുദ്ധമായ, ക്രൈസ്തവ മുസ്ലിം വിരുദ്ധമായ വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കിയപ്പോൾ BJPക്ക് 3 പ്രതിനിധികളുള്ള കാലമാണല്ലോ. BJPയുടെ ചാത്തന്നൂരിലെ പ്രതിനിധി പത്മകുമാർ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കേരളത്തിലെ നിയമസഭ ആഗോള തീവ്രവാദിയായ ഉസ്താദ് മഅ്ദനിക്കെതിരെ, മഅ്ദനിക്ക് വേണ്ടി പ്രമേയം പാസാക്കിയ സഭയാണ്. ഞങ്ങൾക്കതുകൊണ്ട് ഈ കാര്യത്തിൽ അത്ഭുതമൊന്നുമില്ല എന്ന് പത്മകുമാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആഗോള തീവ്രവാദിയായ മഅ്ദനി എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏത് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിൻ്റെ പേരിലാണ്? ഏതെങ്കിലും ഒരു പെറ്റി കേസിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് പോലും തോന്നിപ്പോകുന്ന വിധത്തിൽ, ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് എളുപ്പം വിശ്വസിപ്പിക്കാവുന്ന വിധത്തിൽ മഅ്ദനിക്കെതിരെ അദ്ദേഹം ആഗോള തീവ്രവാദിയാണ് എന്ന് പറയാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതിൻ്റെ പേരാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. താടിയും തൊപ്പിയുമുള്ള, തലപ്പാവുള്ള, ഈ നാട്ടിൽ RSSനെതിരെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, ഒരു കുറ്റകൃത്യത്തിലും ഏർപ്പെടേണ്ടതില്ല, അങ്ങനെ ഏർപ്പെട്ടു എന്ന് തെളിയിക്കപ്പെടേണ്ടതില്ല. മറിച്ച് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു എംബോക്കി ഒരു ആരോപണം ഉന്നയിച്ചാൽ മാത്രം അദ്ദേഹം ആഗോള തീവ്രവാദിയായി മാറും. അങ്ങനെ പതിറ്റാണ്ടുകൾ കുറ്റം തെളിയിക്കപ്പെടാതെ ജയിലിൽ അടക്കപ്പെടാൻ അത് മതിയായ കാരണമാവും നമ്മുടെ നാട്ടിൽ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞത്, മഅ്ദനി എന്ന് പറയുന്നതോ സക്കരിയ എന്ന് പറയുന്നതോ ഏതെങ്കിലും വ്യക്തികളുടെ പേരല്ല, അത് ചില പ്രതീകങ്ങൾ മാത്രമാണ്. ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ ജയിലുകളിൽ പതിറ്റാണ്ടുകൾ കഴിഞ്ഞ 20ഉം 24ഉം ഒക്കെ വർഷം ജയിലിൽ കഴിഞ്ഞിട്ട് താങ്കളെ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് വിട്ടയച്ചിരിക്കുന്നു എന്ന് പറയുന്ന 100 കണക്കിന് അനുഭവങ്ങൾ നമ്മുടെ തന്നെ മുമ്പിലുണ്ട്. അവർ എഴുതിയ കഥകളുണ്ട്, ആത്മകഥകളുണ്ട്. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ, എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം, CV റോഡ്, പൊന്നാനി.